ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ടേസ്റ്റ് ആയിട്ടുള്ള അയില കട്ട്ലേറ്റുമായിട്ടാണ്. അതപ്പോൾ എങ്ങനെ ചെയ്യുന്ന നോക്കാം. അതിനുവേണ്ടി 3 പീസ് മീൻ നമ്മൾ പൊരിക്കാൻ ഇട്ടിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. ഒരു 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ചെറിയ ചെറിയ പീസ് മുറിച്ച ശേഷം കുക്കറിലേക്ക് ഇട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2 വിസിൽ വരുന്നവർക്ക് വേവിച്ചെടുക്കാം. 2 വിസിൽ ഇട്ട് എടുക്കുമ്പോൾ നന്നായിട്ടാണ് വെന്ത് വന്നത്. ഇത് ചൂടായ ശേഷം നമുക്ക് നന്നായിട്ടാണ് കുളച്ചെടുക്കാം. അതിനുശേഷം 2 സവാളയും 1 പീസ് ഇഞ്ചിയും 1 പച്ചമുളകും കൂടി എടുത്തിട്ട് നൈസായിട്ട് മുറിച്ചെടുക്കാം. അതിനുള്ള അയില പൊരിച്ച് നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇട പീസൊക്കെ എടുത്ത് നമുക്ക് കൈയും കൊണ്ടുതന്നെ ഉടച്ചെടുക്കാം. നന്നായിട്ട് പൊരിച്ചെടുക്കുന്നതിന് മുള്ളൊന്നും ഉണ്ടാകില്ല. ഇനി നമുക്ക് എല്ലാം കൂടി വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി ചട്ടി വെച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ഇഞ്ചിയും പച്ചമുളകും കുറച്ച് പെരിഞ്ചീരകവും മുറിച്ച് വെച്ച് സവാളയും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് ആവശ്യം ഉപ്പും ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ച് വെച്ച് മീനും ഇട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ഉരുളൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്ത് അതിന് നന്നായിട്ടൊന്ന് ഇത് കൂടിയിട്ട് വേപ്പിലിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായ ശേഷം നമുക്ക് എപ്പോഴും പോലെ തന്നെ കട്ട്ലേറ്റ് ഷേപ്പിൽ എല്ലാം കൂടി തട്ടി കൊടുത്ത ശേഷം എഗ്ഗിൽ ഡിപ്പ് ചെയ്ത ശേഷം നമ്മൾ റസ്ക് പൊടിയിലാണ് ഡിപ്പ് ചെയ്തെടുക്കുന്നത്. ഇത് നന്നായിട്ട് പൊരിച്ചെടുത്ത്